എത്രയായി? 200. 200 രൂപയോ? ഒന്ന് പെട്ടെന്നാകട്ടെ സരോജം, അയാൾക്ക് വേറെ ഓട്ടോ ഓടാനുള്ളതല്ലേ. അയ്യോടാ, അതിന് ഞാൻ ഇതിന്റെ അകത്ത് താമസിക്കാനൊന്നും പോകുന്നില്ല. സാധനങ്ങൾ എടുക്കട്ടെ എനിക്ക്. എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പെട്ടെന്നാകട്ടെ എന്നല്ലേ പറഞ്ഞോളൂ. വിട്ടുകള ചേട്ടാ, പെണ്ണുങ്ങളല്ലേ. എല്ലാം ഒരു സാമട്ടിലേ നടക്കൂ. സായല്ലടോ, വല്ലതും പറയാനുണ്ടെങ്കിലേ അത് തന്റെ പെണ്ണുമ്പിളടുത്ത് പോയി പറഞ്ഞാ മതി, കേട്ടോടോ. അയാളുടെ ഒരു സാപാസം ഒരെണ്ണം തന്നാണല്ലോ. എന്റെ പൊണ്ണു പെങ്ങളെ മാപ്പ്, ഞാൻ പോകുന്നു. എന്താടി സരോജത്, എന്തൊക്കെയാ നീ കാണിക്കണത്? ദേഷ്യം കാണിച്ചതാ നിങ്ങളെ വരട്ടാൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടുന്ന് പോയ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്നോട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം? കടയിൽ ചെന്നിട്ട് പോലും ഒരു സ്വസ്ഥത തന്നില്ലല്ലോ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ ഇതൊരുമാതിരി. കൊറേ നേരമായല്ലോ നീ പ്രസംഗം തുടങ്ങിയിട്ട്. ആഹാ, ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഞാനത് ചോദിച്ചതാ കുറ്റം. സരോജം, എനിക്കിപ്പോ നിന്നോട് തീരെ സംസാരിക്കാൻ താല്പര്യമില്ല. നീ ഒരല്പം സമാധാനം തരുമോ? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭ്രാന്ത് പിടിച്ചിരിക്കാ ഞാനിപ്പോ. അതെന്തിന്? നിങ്ങൾക്ക് ഭ്രാന്തെടുക്കാൻ വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചത്? തുറന്നു പറഞ്ഞാലല്ലേ അത് മനസ്സിലാവൂ. ഓ മതി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല. ഒന്ന് നടക്കുവോ? മനുഷ്യനെ വെറുതെ വട്ടാക്കാതെ. എന്താടി സരോജം, വീടെത്തി. ഇനിയെങ്കിലും നീ ആ ബലം പിടുത്തൊന്നും മതിയാക്ക്. നീ എന്തിനാ അങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? ഞാനതിന് നിന്നോട് കുഴപ്പമൊന്നും ചെയ്തില്ലല്ലോ. കുഴപ്പമൊന്നും ചെയ്തില്ല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുമ്പോ ധൃതി വെക്കരുതെന്ന് നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. സാധനം വാങ്ങുമ്പോ അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിനുള്ള സമയം തരില്ലെന്ന് പറഞ്ഞാ എല്ലാത്തിനും നിങ്ങക്ക് ധൃതിയാ, ധൃതി. 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അരമണിക്കൂർ എടുത്താ പിന്നെ എന്ത് ചെയ്യും? പെണ്ണുങ്ങളെ കൊണ്ട് കടയിൽ പോകുന്ന ആണുങ്ങൾക്ക് അറിയാൻ പെടാപ്പാട്. എന്താ? ഒന്നുമില്ല. അല്ല, ഇതെന്താ ഇത്രയും സമയമായിട്ട് അവള് മുറിയിൽ ലൈറ്റ് ഇടാത്തത്? അത് തന്നെ, കഥകും തുറന്ന് മരത്തിയിട്ടിരിക്കുകയാണല്ലോ. ശ്രീലക്ഷ്മി, ശ്രീ മോളെ, ശ്രീ, എടി ശ്രീലക്ഷ്മി മോളെ. ആ, നീ ആ കഥ കാണിച്ചേര്. അയ്യോ, എന്റെ കരുക്കുത്തമ്മേ. മോളെ, 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 ശ്രീലക്ഷ്മി, എന്ത് പറ്റി മോളെ? അയ്യോ മോളെ, മോളെ, അയ്യോ മോളെ ശ്രീലക്ഷ്മി, മോളെ, 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 മോളെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, മോളെ, മോളെ, മോളെ. അയ്യോ സരോജം, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. മോളെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, മോളെ കണ്ണു തുറക്ക് മോളെ. വെള്ളം. മോളെ ശ്രീ, മോളെ, മോളെ, മോക്ക് എന്തു പറ്റി? മോളെ എണീക്ക്. അച്ഛാ, എന്തു പറ്റി എനിക്ക്? എന്താ മോളെ നീ എന്തു പറ്റിയെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങളിപ്പോ ടൗണിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. നോക്കുമ്പോ നീ ഇവിടെ കിടക്കുക. നിങ്ങള് ടൗണിൽ എപ്പോഴാ പോയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്താ മോളെ ഇത്? നിന്നോട് യാത്ര പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. നിനക്കിത് എന്തു പറ്റി ശ്രീ? നഷ്ടമേയില്ലല്ലോ. എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അമ്മ. ഈശ്വരമ്മ വന്നു,
എന്തൊക്കെയോ പറഞ്ഞു. അപ്പോ അമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ. പിന്നെ 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 എനിക്കൊന്നും ഓർമ്മയില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. ഈശ്വര്യമ്മ വിവാഹത്തിന് ആരോ തടസ്സം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. നീ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കാണും. ആ, അങ്ങനെ തലകറങ്ങി വീണതായിരിക്കും. ശ്ശോ, ഇവളുടെ ഒരു കാര്യം ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് വെറുതെ മോളെ പേടിപ്പിക്കാൻ. ആ, ഈശ്വര്യമ്മ പറഞ്ഞ കാര്യങ്ങൾക്ക് വെറുതെ എന്നെ എന്തിനാച്ച കുറ്റപ്പെടുത്തുന്നത്? ഓ, മോളെ ശ്രീ, ഒരു തടസ്സവും ഇല്ലാതെ വിവാഹം ഭംഗിയായിട്ട് നടക്കുമെന്നല്ലേ ഈശ്വരമ്മ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ മോളെ പേടിക്കുന്നത്? ആ മതി മതി മതി, നിർത്ത്. ആ സരോജം, നീ ആദ്യം പോയി മോൾക്കൊരു ചായ ഉണ്ടാക്കാൻ നോക്ക്. ആ, മോളെ ശ്രീ, നീ പോയി മുഖമൊക്കെ ഒന്ന് കഴുക്, എന്നിട്ട് ചായ കുടിക്കാം. അപ്പൊ എല്ലാം ശരിയാവും. ഈ പേപ്പറ് ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ കത്തി? സരോജം, 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 എന്താ? എന്റെ ആ കറുത്ത ബാഗ് എടുത്തേ. ആ, ആ, എന്റെ ബാഗിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ. കാശെടുത്തപ്പോ നീ കണ്ടായിരുന്നോ? അതിന് ഞാനല്ലല്ലോ ബാഗിൽ നിന്ന് കാശെടുത്തത്, മോളല്ലേ. ഇവളാ എനിക്ക് കാശെടുത്തു തന്നത്, ഞാനല്ല. അപ്പോ മോള് പത്രവാർത്ത കണ്ട് മനഃപൂർവ്വം കത്തിച്ചതായിരിക്കും. എന്തു പറ്റിയച്ചാ? ഏയ്, ഒന്നുമില്ല മോളെ. എന്റെ ബാഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പൊ ദേ അതിവിടെ കത്തിക്കിടക്കുന്നു. മോള് കണ്ടിരുന്നോ കാശെടുത്തപ്പോ ആ പേപ്പർ? അതിന് എനിക്ക് അമ്മയ്ക്ക് കാശെടുത്തു കൊടുത്ത കാര്യം പോലും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതെങ്ങനെ കത്തിപ്പോയി? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഇതിലെന്തോ ഉണ്ടായിരുന്നത്? അത് നമ്മുടെ പഴയ കടയെ കുറിച്ച് വന്ന ഒരു വാർത്തയായിരുന്നു. കൈവിട്ടു പോയതല്ലേ, ഓരോർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് കത്തിപ്പോയത്. അച്ഛൻ നുണ പറയാ. അച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമമുണ്ട്. ആ പേപ്പറിലെ രവിചന്ദ്രവർമ്മൻ എന്നും ഭാര്യ രാജനന്ദിനി എന്നും ഉണ്ടായിരുന്നു. എന്തിനാണ് അച്ഛൻ ഇത് മറച്ച് സംസാരിക്കുന്നത്? അച്ഛന്റെ ബാഗിലെ ഈ പേപ്പർ എങ്ങനെ വന്നു? അപ്പോ അച്ഛൻ രവി സാറിന്റെ ഭൂതകാലം അറിയാൻ ശ്രമിക്കുകയാണല്ലോ. അതെന്തിനായിരിക്കും? രാജാറാം, ശ്രീലക്ഷ്മിയും വീട്ടുകാരെയും കൊണ്ടുവരാൻ വണ്ടി അയച്ചായിരുന്നോ? ഞാൻ സുദർശൻ ചേട്ടനെ ഫോൺ ചെയ്തിരുന്നു അമ്മേ. വണ്ടി അയക്കേണ്ട, അവരിങ്ങ് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വലിയ അഭിമാനിയാണമ്മേ. സ്വന്തം ചെലവിലേ വരൂ. എന്തായാലും ഭാവി അമ്മാവനെ കൊണ്ട് രവിക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അത് ഗ്യാരണ്ടിയാ. സാൻഡ്ര, അവർ പുറപ്പെട്ടോന്ന് ശ്രീലക്ഷ്മി ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു. ശരി സർ, ഒരു നിമിഷം. എന്തിനാ സാർ ഇങ്ങനെ ധൃതി വെക്കുന്നത്? അവരിങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത്. നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ.
അമ്മ വന്നേ, എനിക്കൊരു ചായ വേണം. വാ. അയ്യോ, ശ്രീടച്ച, എന്തൊരു വലിയ വീടാ. ഇവിടെയാണോ നമ്മുടെ മോള് താമസിക്കാൻ പോകുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്നും മിണ്ടാതെ പാടി മനുഷ്യനെ നാണം കെടുത്താതെ. നിങ്ങൾക്ക് അസൂയ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് സ്വപ്നത്തിലെങ്കിലും പണിയാൻ പറ്റുമോ? ഏത് നിമിഷം ഓടിളകി തലേ വീഴാവുന്ന വീട്ടിലല്ലേ താമസം. ഷോ, അമ്മനെ മിണ്ടാതിരിക്കെ പ്ലീസ്. ഹലോ, ഇവിടെ ആരും ഇല്ലേ? അമ്മ, അയ്യോ, അമ്മ വന്നു. അമ്മ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം രാജാവ് സാറേ. നമസ്കാരം. മോളിങ്ങു വാ. സത്യം പറഞ്ഞ ഞങ്ങൾ ഈ മഹാലക്ഷ്മിക്ക് വേണ്ടി കാത്തിരിക്കയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് സരോജം, സുഖാണോ? ആ, അമ്മ സുഖാണ്. അമ്മയ്ക്കോ? ഇന്നലെ വരെ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ശരിയായി. മനസ്സിന്റെ ഭാരം കുറഞ്ഞു എന്ന് പറയാം. എന്ന് പറഞ്ഞാ? ഞാൻ വിവാഹത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. ഓ, അല്ല, നിങ്ങളെന്താ കയറി ഇരിക്കുന്നില്ലേ? അയ്യോ, ഇരിപ്പൊക്കെ പിന്നീടാവാം. ആദ്യം ഈ വീടൊക്കെ ഒന്ന് കാണണം. ഇത് നിങ്ങളുടെ കുടുംബ വീടാ അല്ലേ? ആ സരോജ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ക്ഷമിക്കണം അമ്മ, ഇവൾക്ക് അല്പം എടുത്തിയാട്ടം കൂടുതലാ. വേറൊന്നും വിചാരിക്കരുത്. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല ശ്രീലക്ഷ്മി അച്ഛ. മനസ്സിൽ നിഷ്കളങ്കതയുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാ. ഹാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. വാ, 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 നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. വാ. ഒന്ന് പതിയെ പോന്റെ സരോജം. രസമുണ്ടല്ലേ? ആ, നമസ്കാരം സ്വാമി. നമസ്കാരം. പിള്ളേരെ നമസ്കാരം. ഹായ്. ഹായ്. ആ, എന്തൊരു പതുപതുപ്പാ. ഹായ്. എത്ര നാളെ ഇതുപോലത്തെ കുശങ്കസേരയിലൊക്കെ ഇരുന്നിട്ട്. പണ്ട് ഞാൻ സാറിന്റെ ഓഫീസിൽ വന്നപ്പോ ഇരുന്നിട്ടുള്ളതാ. ഓ, ശ്രീടച്ച, നമുക്കും ഇതുപോലെ ഒരെണ്ണം വാങ്ങണം ഉടൻ തന്നെ. അതെ ശ്രീടച്ച, നമുക്ക് ഈ വീട് മുഴുവനൊന്നും ചുറ്റിക്കാണണ്ടേ? അയ്യടാ, അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത്? ഇത് നമ്മുടെ രവി സാറിന്റെ വീടല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ അമ്മ? ഇല്ലല്ലോ. തെറ്റുണ്ട്. ഇത് രവിയുടെ മാത്രം വീടല്ല, നിങ്ങളുടെയും മകളുടെ വീട് കൂടിയാ. രാജാറാം, എന്താമേ? ഇവരെ ഈ വീടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക. ആ. സരോജൻ ചെന്നോളൂ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ല അവസരം. ഇവിടുത്തെ മുറികൾ പരിശോധിച്ചാൽ രാജനന്ദിനിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന് തീർച്ചയാ. വാ ശ്രീടച്ച. വിട്. അമ്മ ഇത് എന്തായി കാണിക്കുന്നത്? കൂടെ തുള്ളാൻ അച്ഛൻ.
അച്ഛന്റെ മനസ്സിൽ മറ്റെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് സംശയിക്കണം. എത്ര വിലപിടിപ്പുള്ള ഫർണിച്ചറുകളാ ഇവിടെ അല്ലേ? അവിടെ അതാരുടെ മുറിയാ രാജാവ് സാറേ? അത് ഗസ്റ്റ് റൂമിലേക്ക് പോകാനുള്ള വഴിയാ. ഏതെങ്കിലും അതിഥികൾ വന്നാ അവിടെയാ താമസിപ്പിക്കുന്നത്. അയ്യോ ശ്രീടച്ച, മോളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ അവിടുത്തെ മുറിയിൽ വേണം താമസിക്കാൻ. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഗസ്റ്റുകളല്ലല്ലോ, ബന്ധുക്കളല്ലേ. അപ്പൊ ആ മുറിയൊന്നും ശരിയാവില്ല. നമുക്കിവിടെ വേറെ മുറികൾ കാണില്ലേ രാജാവ് സാറേ? കാണും കാണും, ഡോണ്ട് വറി. താങ്ക്സ്. അല്ല, ഇത് എന്ത് തടിയാ രാജാവ് സാറേ? തേക്ക. ആണോ? അപ്പൊ ഒരു 100 വർഷം കഴിഞ്ഞാലും ഒരു കേട് സംഭവിക്കില്ലെന്ന് ഉറപ്പാ. നമ്മുടെ വീട്ടിൽ മുമ്പ് ഒരു കസേര വാങ്ങിയിരുന്നേ, ഒരു 100 ദിവസം തേച്ച് കിടന്നില്ലെന്നേ. അതേതോ മുരിങ്ങത്തടി കൊണ്ടുണ്ടാക്കിയതാന്നാ എനിക്ക് തോന്നുന്നത്. ഈ ശ്രീടച്ചനെ അവര് പറ്റിച്ചു. സരോജം. ഓ, എന്താന്ന് സരോജം? അയ്യോ, അയ്യോ, എന്ത് രസം ഈ ഊഞ്ഞാല് കാണാൻ. വാ ശ്രീടച്ച, നമുക്ക് ഊഞ്ഞാലാടാം. ഹായ്. എഴുന്നേക്ക് സരോജം, വാ. എന്താടി നീ ഇങ്ങനെ വെറുതെ കൊച്ചുകുട്ടികളെ പോലെ? എന്താ നീ കാണിക്കണേ? കുറച്ചുകൂടെ ആട്ടെ ശ്രീലച്ച, കൊതി തീർന്നില്ല എനിക്ക്. മിണ്ടാതെ അടങ്ങി നിന്നോണം, അവളുടെ ഒരു ഊഞ്ഞാലാട്ടം. അല്ല, ഇതാരുടെ മുറിയാ രാജാവ് സാറേ? അത് രഘു സാറിന്റെയും രേഖാ മേഡത്തിന്റെ റൂമാ. ആണോ? അവരകത്തുണ്ട് രാജാവ് സാറേ? ഇല്ല, പുറത്ത് പർച്ചേസിന് പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങൾ വരും. രാജാറാം സാർ, അതാരുടെ മുറിയാണ് രാജാറാം സാർ? അത് രവി സാറിന്റെ പേഴ്സണൽ റൂമാ. ആ റൂമിൽ സാധാരണ രവി സാർ മാത്രമേ കയറാറുള്ളൂ. അയ്യോ, ആണല്ലേ? ശരിയായിരിക്കും. രവി സാറൊക്കെ വലിയ വലിയ തിരക്കുള്ള ആളല്ലേ. ആ പേടക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വിശ്രമിക്കണമെന്നൊക്കെ തോന്നും. അപ്പൊ ആ മുറിയിൽ വേറെ ആരും ഇതുവരെ കയറിയിട്ടില്ലേ? പറഞ്ഞില്ലേ സുദർശൻ ചേട്ടാ, അത് രവിവർമ്മൻ സാറിന്റെ മാത്രം മുറിയ. അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും ഇത് ലോക്ക് ചെയ്തിരിക്കും. ആ, കറക്റ്റാ. അതൊക്കെ ഭദ്രമായിട്ടിരിക്കട്ടെ അല്ലേ? മഹാരാജാ സാറേ, നമുക്കപ്പുറത്തെ ബാൽക്കണിയൊക്കെ നോക്കാം. ശരി, വരും.
എങ്ങനെയെങ്കിലും ഈ മുറിയിൽ കയറിയേ പറ്റൂ. എനിക്ക് എന്റെ മകളുടെ ഭാവി രക്ഷിക്കണം. സർ, കൈ വിട്. ആരെങ്കിലും കാണും. സാർ വിട് സർ. ഇവിടെ നിൽക്ക്. സർ കൈ വിടൂ പ്ലീസ്. ആരെങ്കിലും കാണും. കാണട്ടുള്ളൂ. കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് രണ്ടാൾക്കും ഇപ്പൊ ലൈസൻസ് കിട്ടാൻ പോവല്ലേ. ഇതെന്താണോ താനൊന്നും മിണ്ടാത്ത? വായിൽ നിന്നും മുത്തുകൊഴിഞ്ഞു പോകും എന്ന് ഭയന്നിട്ടാണോ? എന്താ സർ നോക്കുന്നത്? എന്തു പറ്റി? ഞാനേ ഒരു കവർ നോക്കായിരുന്നു. താൻ സംസാരിക്കുമ്പോൾ മുത്തുകൊഴിഞ്ഞു വീണാൽ അതിനെ കവറിലാക്കി തിരികെ തരാലോ, അതിനുവേണ്ടിയാ. മുത്ത് നഷ്ടപ്പെടുമെന്ന് കരുതി സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടതാണ്. സർ പ്ലീസ് ഇങ്ങനൊന്നും കളിയാക്കല്ലേ. ഓ, അപ്പൊ ആ വായിൽ നാക്കുണ്ട്. സന്തോഷം. എന്തായാലും തന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഒരല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനാ. എന്ത് സംസാരിക്കാൻ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഈ വിവാഹം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ കാണില്ലേ? അങ്ങനെ തനിക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോന്ന് അറിയണം. ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യാൻ നോക്കാം. നമ്മുടെ വിവാഹം ഭൂമിയിലെ സ്വർഗത്തിൽ തന്നെ നടത്താൻ ഞാൻ തയ്യാറാണ്. സോറി സർ, നമ്മുടെ വിവാഹം നടക്കുമെന്ന ഭയം ഇപ്പോഴെന്നെ അലട്ടുന്നുണ്ട്. ടെൻഷൻ മാറുന്നേ ഇല്ല എനിക്ക്. എന്താടോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മ ഇടയ്ക്ക് കുറെ താല്പര്യക്കുറവ് കാണിച്ചതിനാണോ? അതൊക്കെ ഇപ്പൊ മാറിയിടോ. അല്പം മുമ്പ് താൻ തന്നെ കണ്ടതല്ലേ അമ്മ തന്നെ എത്ര വാത്സല്യത്തോടെ സ്വീകരിച്ചത്. പക്ഷെ എന്റെ ഭയം അമ്മയെക്കുറിച്ചല്ല സർ. പിന്നെ പിന്നെ എന്തിനെ കുറിച്ചാ തന്റെ ഭയം? മനസ്സിലായില്ല. അച്ഛന്റെ സംശയത്തെ പറ്റി എനിക്ക് എങ്ങനെ സാറിനോട് പറയാൻ പറ്റും? വേണ്ട, അത് ശരിയാവില്ല. ഒന്നുമില്ല സർ, വെറുതെ ഒരു ഭയം, അത്രേ ഉള്ളൂ.